നമ്മിൽ നിന്നും കടന്നുപോയ ബഹുമാനപ്പെട്ട ബ്രദർ വർക്കി തകടിയലിനെ പറ്റി ഞാൻ ഓർക്കുമ്പോൾ സന്യാസ അനുസരണത്തിൻ്റെ ഉദാത്തമായ മാതൃകയായിട്ടാണ് ഞാൻ കാണുക. എവിടെ പോകണമെങ്കിലും, എപ്പോൾ പോകണമെങ്കിലും, എന്തിനു പോകണമെങ്കിലും അധികാരികൾ പറഞ്ഞാൽ അതേപടി അനുസരിക്കുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട വർക്കി ബ്രദർ. എൻ്റെ കൂട്ടത്തിൽ 2 വർഷത്തിൽ കൂടുതൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന അവസരമുണ്ട്. കോമ്പയാർ സെൻറ് തോമസ് വില്ലായിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അത്. വളരെ ഏകാന്തമായ അവസ്ഥയിൽ ജീവിക്കേണ്ട സാഹചര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിട്ടുണ്ട്. തനിച്ച് ആ കാടിന് നടുവിൽ ഉള്ള നമ്മുടെ ഭവനത്തിൽ അദ്ദേഹം പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. പണിക്കാരുടെ കൂട്ടത്തിൽ അദ്ദേഹം രാവിലെ പണിക്ക് പോയാൽ ദിവസം മുഴുവനും അവരുടെ കൂട്ടത്തിൽ നമ്മുടെ ഏലത്തോട്ടത്തിലും കാപ്പിത്തോട്ടത്തിലും കുരുമുളക് തോട്ടത്തിലും ഒക്കെ അവരോടൊപ്പം ജോലി ചെയ്യുമായിരുന്നു. ഭവനത്തിലെ സുപ്പീരിയേഴ്സിന് ഇല്ലാത്ത അവസരമാണെങ്കിൽ ആ ഭവനത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുത്ത് വളരെ കൃത്യമായും കണിശമായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഭവനത്തിലെ ഒരു സാധനവും നഷ്ടപ്പെടുവാൻ അദ്ദേഹം അനുവദിച്ചിരുന്നില്ല. ഭക്ഷണ കാര്യങ്ങളിലാണെങ്കിലും അദ്ദേഹം എന്തും ഭക്ഷിക്കുമായിരുന്നു. ഒരു പിറുപിറുപ്പുമില്ലാതെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ ഒരു സന്യാസിക്കുണ്ടായിരിക്കേണ്ട ഒരു വലിയ നല്ല ഹൃദയത്തിൻ്റെ ഉടമയായിട്ടാണ് അദ്ദേഹത്തെ എനിക്ക് അവിടെ കാണുവാൻ സാധിക്കുക. ഭക്തി കാര്യങ്ങളിലാണെങ്കിൽ പ്രാർത്ഥനയിൽ ഒരിക്കലും മുടക്കം വരുത്തുമായിരുന്നില്ല. തനിച്ചുള്ളപ്പോൾ പോലും അദ്ദേഹം പ്രാർത്ഥന നടത്തിയിട്ട് മറ്റു കാര്യങ്ങൾക്ക് പോകുമായിരുന്നു. മറ്റൊരു സവിശേഷതയുള്ളത്, ഒരു സമൂഹത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം മറ്റാരേക്കാളും ആദ്യമായിട്ട് പ്രാർത്ഥന ചൊല്ലി ലീഡ് ചെയ്യുവാനായിട്ട് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സംസാര രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു ഭയവുമില്ലാതെ വളരെ തൻ്റെ ഇടത്തോടു കൂടി ഉള്ള കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു പ്രകൃതമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ആരായിരുന്നാലും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ വളരെ ഹൃദ്യമായിട്ട് അനുഭവപ്പെടുമായിരുന്നു. അച്ഛ എന്നുള്ള ആ വിളി കേൾക്കുമ്പോൾ തന്നെ ആരുടെയും മനം കവരുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുമായിരുന്നു. ഏത് ജോലി ഏൽപ്പിച്ചാലും അത് വിഷമമുള്ളതാണെന്നോ സാധ്യമല്ല എന്നോ ഒരിക്കലും അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വാസ്തവത്തിൽ ബഹുമാനപ്പെട്ട വർക്കി ബ്രദർ ഒരു ഉത്തമ സന്യാസി, അതുപോലെ തന്നെ കർമ്മനിരതനായ ഒരു വ്യക്തി, ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തി, എല്ലാവരോടും എന്ത് താല്പര്യവും സ്നേഹവും കാണിച്ച് പരിചരിക്കുവാൻ ശ്രമിക്കുന്ന ഒരു വലിയ ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ ഉടമയായിട്ട് മാത്രമേ അദ്ദേഹത്തെ എനിക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രംഗങ്ങൾ വളരെ വിശാലമായിരുന്നു. കാരണം പല ഭവനങ്ങളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ആർക്കും യാതൊരു പരിഭവമില്ലാതെ, യാതൊരു വിധത്തിലുള്ള അസംതൃപ്തിയുമില്ലാതെ ആ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി നിർവഹിച്ചു എന്ന് പറയുമ്പോൾ ദിവ്യകാരുണ്യ പ്രേക്ഷിത സഭയ്ക്ക് അദ്ദേഹം ഒരു വലിയ മുതൽക്കൂട്ടായിരുന്നു എന്ന്